മലയാളി പൊളിയാണ് എന്നുള്ള ഡയലോഗാണ് സോഷ്യൽ മീഡിയ നിറയെ 2 ദിവസമായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എല്ലാ സ്ഥലത്തും സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് മലയാളി പൊളിയാണ് എന്നുള്ള ഡയലോഗ്. ഈ ഒരു ഡയലോഗ് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിലുള്ള മുഹമ്മദ് എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള 18 കോടി രൂപ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് വെറും 7 ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഷെയർ ചെയ്ത് ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫണ്ട് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും സാധ്യതകളുണ്ട്, യൂട്യൂബേഴ്സിൻ്റെ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സാധ്യതകളുണ്ട്. എങ്ങനെ തുടങ്ങിയിട്ട് ന്യൂസ് ചാനലുകൾ എല്ലാവരും ഒറ്റ കൈയായി കോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോട് കൂടി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 18 കോടിയുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ എത്തിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്ന സമയത്ത് എല്ലാവരും പേടിച്ചിരുന്നു ഈ 18 കോടി എവിടെ നിന്ന് ശേഖരിക്കുമെന്ന്. ഈ ഒരു ശേഖരിക്കാനുള്ള വഴികളാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ന്യൂസ് ചാനലുകളും ഏറ്റെടുത്തു, പല മാധ്യമങ്ങളിലൂടെയും പല രൂപത്തിലൂടെയും ആയിട്ട് ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു എമൗണ്ട് തികച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ പല ദിവസങ്ങളിലായിട്ട് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് പവറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓരോ ആളുകളും യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ എല്ലാം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ തരംഗമാണ്. ഇവിടെ മുമ്പത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറിയിട്ട് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ്. ഈ ഒരു രൂപത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായി നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട രൂപത്തിൽ നമ്മളുടെ ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റും. നമ്മളുടെ ബിസിനസ് ആയാലും സ്ഥാപനങ്ങളായാലും ഇനി ചാരിറ്റീസ് ആയാലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് റിസൾട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഞാൻ മറ്റേതിനെ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തന്നതാണ്. ഈ കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെറും 7 ദിവസം കൊണ്ട് 18 കോടി രൂപ ശേഖരിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ആയാലും നമ്മളുടെ സ്ഥാപനങ്ങളായാലും ഏത് വിഷയത്തെയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഓഡിയൻസിലേക്ക് എത്തിക്കാനും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റുന്നതായിരിക്കും. പല ആളുകളും പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്, പക്ഷെ പെട്ടെന്നൊന്നും നല്ല റിസൾട്ട് കിട്ടാറില്ല. പക്ഷെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് നല്ലൊരു ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനാണ് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയുന്നത് ബ്രാൻഡിങ് ചെയ്യണം എന്ന്. ബ്രാൻഡിങ്ങിൻ്റെ പല രൂപത്തിലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പല വീഡിയോസുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മാക്സിമം നല്ല രൂപത്തിൽ നമ്മൾ ഓഡിയൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥാപനമായാലും ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും എന്ത് കാര്യങ്ങളും നമുക്ക് വേണ്ട രൂപത്തിൽ ഓഡിയൻസിലേക്ക്, അതായത് കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത്, കണ്ണൂരിലുള്ള മകൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ പല ആളുകളും ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരെ ക്യാഷ് അടിച്ചു മാറ്റുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു ചതിക്കുകയായിട്ടും വേണമെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് മണി മേക്കിംഗ് ആപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പല രൂപത്തിലും ട്രാപ്പിലാവുന്ന സിറ്റുവേഷൻസ് വരെ വരാറുണ്ട്. പല ദിവസങ്ങളിലായിട്ട് ഒരുപാട് കോളുകൾ വരാറുണ്ട്. എൻ്റെ ഇത്രയും ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ആപ്ലിക്കേഷനിൽ പോയി ലോഗിൻ ചെയ്തു, അതിൽ ക്യാഷ് കിട്ടുമെന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തു, ലാസ്റ്റ് അവർ ചതിച്ചു. അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് റീസൺസ്. ഇനി ഈ ചാരിറ്റിയുടെ കേസിലായാലും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പേയ്മെൻറ്റ് വാങ്ങുന്ന ഇഷ്യൂസുകൾ. എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല, നല്ല രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ലാതെ ഇതിനെ ഒരു ചതിക്കുകയായി മാറ്റുന്ന ഒരു കൂട്ടം ജനകൂടവും മലയാളികളുടെ ഇടയിലുണ്ട്. ഇതിലൊന്നും പോയി ആരും പെട്ടുപോകാതിരിക്കുക. ഇനി അതുപോലെ തന്നെ നല്ല രൂപത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല റിസൾട്ടിലേക്ക്, ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ നല്ല റിസൾട്ടിലേക്ക് മാക്സിമം നമ്മളുടെ മലയാളികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തെ എല്ലാവരും അഭിനന്ദിച്ചിട്ട് കാണിച്ചു തരുന്ന ആ രൂപത്തിലേക്ക് നല്ല രൂപത്തിൽ നീങ്ങി മുന്നോട്ട് പോകണമെന്ന് ആശംസിച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.